സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് നീഡർസാഷനിലെ റോട്ടൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നാളെ ഓഗസ്റ്റ് 13 സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാനാണ്. അപ്പോൾ നമുക്ക് നേരെ ആ കാര്യത്തിലേക്ക് പോയാലോ, ബാ. അപ്പോൾ ഫസ്റ്റ് ഇൻഫോർമേറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാനാണെങ്കിൽ സ്കൂളിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് തരും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ എല്ലാവർക്കും ഒരു ലിസ്റ്റ് വെച്ച് കിട്ടും. അപ്പോൾ എനിക്കും എൻ്റെ അനിയനും ലിസ്റ്റ് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കുമ്പോൾ ഇതിന് രണ്ട് രീതിയിൽ മേടിക്കാം. ഒന്ന് കൗഫ് പ്രൈസ് എന്ന് പറഞ്ഞ്, പിന്നെ മീറ്റേ പ്രൈസ് ആയിട്ടും മേടിക്കാം. അപ്പോൾ കൗഫ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ക്യാഷ് കൊടുത്ത് മേടിക്കണം. ഇതാകുമ്പോഴത്തേന് നമുക്ക് വില കുറഞ്ഞ് കിട്ടും. മീറ്റേ പ്രൈസ് ആകുമ്പോൾ നമുക്ക് വില കുറഞ്ഞ് മേടിക്കാൻ പറ്റും ബുക്കുകൾ. പിന്നെ ഇത് ക്യാഷ് കൊടുത്ത് അങ്ങനെ ഫുൾ പ്രൈസ് മേടിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ മേടിക്കാം. പിന്നെ ഇങ്ങനെ മീറ്റേ പ്രൈസായിട്ട് മേടിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ മേടിക്കാം. വരുമ്പോൾ എനിക്ക് 3 ബുക്ക് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ അനിയൻ്റെയും എൻ്റെയും ബുക്കുകൾ. അപ്പോൾ എൻ്റെ ബുക്ക് വരുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് കവറായിട്ടൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോയാലോ. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാം. ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു കോസ്റ്റ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 മുതൽ ഒരു 50 വരെയുള്ള ഒരു കോസ്റ്റ് റേഞ്ചിലാണ് ഞങ്ങൾ ബാഗ് നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ബാഗുകളാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ മേടിക്കുന്ന തൊട്ട് തന്നെ ബാഗാണ് മേടിച്ചത്. 8th കിൻഡർഗാർഡൻ പിന്നെ 2nd അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ ആണ് ഇതേ കൂട്ടത്തെ ബാഗുകൾ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ബാഗാണ്. പിന്നെ ഇതെൻ്റെ അനിയത്തിക്ക് കിൻഡർഗാർഡൻ അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ ബാഗാണ്. ഇതുവരെ ചെറുതായിപ്പോയി. പിന്നെ എൻ്റെ അനിയന് 2nd ക്ലാസ് അടിച്ചു കൊടുത്തപ്പോൾ ഇതുപോലത്തെ ഒരു ബാഗാണ് കിട്ടിയത്. സ്പേസ് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് സ്പോർട്സിനുള്ള വിയേഴ്സ് അങ്ങനെയൊന്നും കൊണ്ടുപോകാനുള്ള സ്പേസ് അതിനകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിത് 3ഉം റീഫണ്ട് ചെയ്തിട്ടുണ്ട്. മേടിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ബാഗ് ഇതാണ് ഇവിടുത്തെ ജർമ്മൻ സ്കൂളുകളിൽ എല്ലാവരും കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞങ്ങൾ കിൻഡർഗാർഡനിലത്തേക്ക് മേടിച്ചതാണ്. ഇതിപ്പോൾ ഇവിടുത്തെ ജർമ്മനിലെ വൂൾവോത്ത് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 80 യൂറോളം വരും. ഇപ്പോൾ ഞങ്ങൾക്ക് ഓഫർ കാരണം ഞങ്ങൾക്ക് 40 യൂറോയ്ക്ക് ബാഗ് കിട്ടിയതാണ്. എൻ്റെ അനിയനും ഇതുപോലത്തെ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അത് ഏകദേശം 110 യൂറോ അടുത്ത് വരും. ഇതിൻ്റെ വലിയ ബ്രാൻഡ്സൊക്കെ വരുമ്പോഴത്തേനും ഏകദേശം ഒരു 250 അത്രയൊക്കെ റേഞ്ച് വരും. മെയിനായിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാക്ക് പെയിനും ബാക്കിൻ്റെ കംഫോർട്ടും ഒക്കെയാണ് ഇവിടുത്തെ ജർമ്മൻകാർ കൂടുതലും ബാഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബാഗ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞങ്ങളിപ്പോൾ മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറേ അക്സസറീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നമ്മളെ റെയിൻകോട്ടൊക്കെ ഇട്ട് വെക്കുന്ന രീതിയിലത്തെ ഒരു ബാഗ്, പിന്നെ ഒരു പൗച്ച് നമുക്ക് പെൻസിലൊക്കെ വെക്കാൻ ഒരു പൗച്ച്. ഇത്രയും പ്രൈസ് റേഞ്ച് വരുവാണെങ്കിൽ ഇത് അതിന് വെർത്താണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ ജർമ്മനിൽ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷൂസ്